അപ്പൊ നമുക്കത് അങ്ങനെ അങ്ങ് ഫിക്സ് ചെയ്യാൻ ജോബിൻ. പിന്നെന്താ മമ്മി, അതിൽ ഇനി രണ്ടാമതൊന്നും ആലോചിക്കണ്ട. അല്ല, നമുക്ക് മാളുവിന്റെ അഭിപ്രായം കൂടി ഒന്ന് ചോദിക്കണ്ടേ? മാളുവിന് എതിരഭിപ്രായമൊന്നും ഉണ്ടാവില്ല മമ്മി. മാത്രമല്ല, നമ്മുടെ ഈ തീരുമാനത്തിൽ അവളും ഹാപ്പി ആയിരിക്കും. എന്നാലും നീ ഈ കാര്യം അവളോടൊന്ന് ചോദിച്ചേക്ക. നീ പറഞ്ഞ ശേഷം ഞാനൊന്ന് സൂചിപ്പിക്കാം, പോരെ? ഓ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഞാൻ ഇറങ്ങാം മമ്മി. വി പി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്താ വി പി? വേണ്ട, എനിക്ക് വേണ്ട. അയ്യോ, അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? ഇന്നലെ സന്ധ്യയ്ക്ക് വല്ലതും കഴിച്ചതല്ലേ? വിശക്കൊന്നുമില്ല, സത്യമായിട്ടും. അതൊക്കെ വി പിക്ക് വെറുതെ തോന്നുന്നതാ. വിശക്കാനുള്ള നേരമൊക്കെ ആയി. വന്നേ, ഞാനല്ലേ വിളിക്കുന്നേ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയോ? വി പിക്ക് ഇഷ്ടമുള്ള ഭക്ഷണാ. നല്ല ഇടിയപ്പവും കുറുമയൊക്കെ ഉണ്ട്. ബാ. ഇരിക്ക്. കഴിക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? അതെ, എന്നോട് സംസാരിക്കാൻ മാത്രം വി പിക്ക് എന്താ ഇത്ര പിശുക്ക്? ഇന്നലെ ഡേസി വന്നപ്പോ രാമായണത്തിലെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് കേട്ടല്ലോ. എനിക്കെന്താ അങ്ങനെയൊന്നും പറഞ്ഞു തരാത്തെ? പറഞ്ഞു തരാം, ഇന്ന് പറഞ്ഞു തരാം. കഥയായിട്ട് പറഞ്ഞില്ലെങ്കിലും സാരമില്ല. വി പി എനിക്കൊരു മോട്ടിവേഷൻ ക്ലാസ് എടുത്തു തന്നാ മതി. എന്റെ കോൺഫിഡൻസ് ലെവൽ വല്ലാതെ കുറഞ്ഞിരിക്കുക. എന്താ, പറ്റുമോ? മോട്ടിവേഷൻ ക്ലാസ്? മോട്ടിവേഷൻ ക്ലാസ് വി പി എല്ലാവർക്കും സ്ഥിരം എടുത്തു കൊടുക്കാറുള്ളതല്ലേ. അതുപോലെ എനിക്കൊരു ക്ലാസ് എടുത്തു തരുമോ എന്ന്. എനിക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ അറിയില്ല, മറന്നുപോയി. എന്നാ സാരമില്ല കേട്ടോ, നമുക്ക് രാമായണത്തിലെ കഥയായാലും മതി. എന്താ അമ്മ വി പി പറയുന്നത്? ഒന്നുമില്ല. ഇവരോട് പോവാൻ പറ. എന്താ വി പി? ഇവരോട് പോവാനല്ല പറഞ്ഞത്, എനിക്ക് ഇവരെ കാണണ്ട. ചുമ്മാ കിടന്ന് ഷോ കാണിക്കാതിരുന്ന് കഴിക്കാൻ പറയാമേ. എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്നെ എനിക്ക് കാണണ്ട. വേണ്ട വി പി, കാണണ്ട. എനിക്ക് ആരും കാണണ്ട. നിനക്ക് ഇപ്പൊ തന്നെ വന്ന് കേറേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നോ? വി പി എന്ത് സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങിയതാ, ഉടനെ വന്ന് കയറിയ നശിപ്പിച്ചു. സമാധാനായോ? സോറി അമ്മ. അപ്പു, ഐ എം സോറി അപ്പു. ഞാൻ നിന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയല്ലേ. ഐ എം റിയലി സോറി.
നിന്നെ കണ്ടപ്പോഴുള്ള VPയുടെ അസ്വസ്ഥത കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതാ. പോട്ടെ, നീ അത് മനസ്സിൽ വച്ചിക്കല്ലേ അപ്പൂ. അതിനമ്മ എന്തിനാ എന്നോട് സോറി പറയുന്നത്? അമ്മയുടെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെന്താ? എന്നിട്ടാണോ ഇവിടെ വന്നിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നേ? ഏയ്, അത് ഞാൻ വേറെന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ നിന്നപ്പോ. ഞാൻ പറഞ്ഞത് ഓർത്തിട്ട് തന്നെയാണ് നിന്റെ കണ്ണ് നിറഞ്ഞത്. എനിക്കറിയില്ലേ നിന്നെ. ഞാൻ ഒരിക്കലും നിന്നോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പോട്ടെ പോ, നീ അത് മറന്നേക്ക്. എപ്പോഴേ മറന്നു. അമ്മ എന്തു പറഞ്ഞാലും എനിക്കത് ഫീൽ ചെയ്യൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് അമ്മയിൽ നിന്ന് അങ്ങനെ കേട്ടപ്പോ ഞാനൊന്ന് അപ്സെറ്റ് ആയെന്നുള്ളത് സത്യം. ഇപ്പൊ ഞാൻ ഓക്കെയാ. നീ ഫുഡ് കഴിച്ചില്ലല്ലോ, വാ അമ്മ വിളമ്പിത്തരാം. വേണ്ടമ്മേ, എനിക്കിപ്പോ വിശപ്പില്ല. അമ്മ ഇന്ന് അച്ഛനെ ഇങ്ങനെ കെയർ ചെയ്യുന്നത് കണ്ടപ്പോ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വരെയുള്ള നമ്മുടെ ജീവിതത്തെ പറ്റി ഓർത്തുപോയി ഞാൻ. അന്നൊക്കെ എത്ര സന്തോഷത്തോടെയായിരുന്നു നമ്മൾ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഒത്തുകൂടാറുണ്ടായിരുന്നത്. മിക്കപ്പോഴും ആളും കാണുമായിരുന്നു കൂടെ. എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഞാനും അവളും തമ്മിൽ അടിവെക്കും. എപ്പോഴത്തെയും പോലെ അമ്മ അവളുടെ പക്ഷത്ത്, VP ബുദ്ധിപൂർവ്വം ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കും. ഒടുക്ക എന്നെയും ആളുവിനെയും തമ്മിൽ കോംപ്രമൈസ് ആക്കുന്ന ജോലിയും പാവം VPക്കായിരുന്നു. ആ ദിവസങ്ങളും ഓർമ്മകളും ഒന്നും ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരില്ല. ഇന്നിങ്ങനെയൊക്കെ നമ്മൾ മാറിപ്പോകുന്ന അറിഞ്ഞിരുന്നെങ്കിൽ അന്നതൊക്കെ കുറച്ചുകൂടെ എൻജോയ് ചെയ്തേനെ, അല്ലമ്മേ? ജീവിതം അങ്ങനെയാണപ്പോ. ഒരുപാട് മോഹിച്ച് നമ്മൾ മാറ്റി വയ്ക്കുന്നതൊന്നും പിന്നെ നോക്കുമ്പോൾ അവിടെ ഉണ്ടാവണമെന്നില്ല. അതിൻ്റെ സ്ഥാനത്ത് മറ്റൊന്ന്, അതുമായിട്ട് നമ്മൾ വീണ്ടും ഓട്ടം തുടങ്ങും. തിരിഞ്ഞു നോക്കിയാൽ പണ്ട് പിന്നത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നത് അബദ്ധമായെന്ന് തോന്നും. ഇപ്പം നിനക്ക് തോന്നിയതുപോലെ. അമ്മ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ശരിക്കും എൻ്റെ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുന്നേ. എന്താ അപ്പൂ? ഈ വീട്ടിൽ അമ്മ അനുഭവിക്കുന്ന ടെൻഷനും പ്രഷറും ഒക്കെ എത്ര ഭീകരമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും സമ്മർദ്ദങ്ങൾക്കിടയിൽ എന്റെയും VPയുടെയും കാര്യങ്ങൾ അമ്മ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നു? എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. കൃത്യമായിട്ട് ആരാ പറഞ്ഞത്? ഇടയ്ക്ക് എൻ്റെ മനസ്സ് കയ്യിൽ നിന്ന് പോവാറുണ്ട്. നേരത്തെ തന്നെ കണ്ടില്ലേ, നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലായിരുന്നു നിന്റെ വഴക്ക് കിട്ടിയത്. അങ്ങനെയൊക്കെ സംഭവിക്കും. അല്ല, എന്താ നീ ഇപ്പം ഇങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, വെറുതെ ഒരു ആഗ്രഹം. നമുക്ക് മൂന്നുപേർക്കും നമ്മുടെ പണ്ടത്തെ ജീവിതം ഒന്ന് തിരിച്ചു പിടിക്കാൻ നോക്കിയാലോ അമ്മ? അതിന് എങ്ങനെ പറ്റുമെന്നാണ് അമ്മ ചിന്തിക്കുന്നെങ്കിൽ അത് നടക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ അമ്മ? ഇനി എത്ര നാൾ ബാക്കിയുണ്ടെന്ന് അറിയില്ലല്ലോ. അതിനു മുമ്പ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസത്തേക്കെങ്കിലും നമുക്ക് ആ പഴയ VPയും അപ്പവും ഗീതയും ഒക്കെ ആവണോ അമ്മ? അപ്പോ ഞാൻ വെറുതെ സെന്റിമെന്റൽ കാർഡ് ഇറക്കിയതൊന്നുമല്ല, സത്യ പറഞ്ഞത്. അമ്മ, ഞാൻ VPയോട് എല്ലാം ഒന്ന് തുറന്ന് സംസാരിക്കട്ടെ? ചിലപ്പോ ഞാനൊരു ശ്രമം നടത്തിയ VP ചിലപ്പോ ഓക്കെ ആവുമെങ്കിലോ? ഞാൻ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാൻ തന്നെ തീരുമാനിച്ചമ്മേ. VPയോട് എനിക്ക് സംസാരിക്കണം, പഴയ അപ്പോയിട്ട്. VP, VP, പ്ലീസ് പോവല്ലേ?
എനിക്ക് അച്ഛനോട് സംസാരിക്കണം. എനിക്ക് പറയാനുള്ളത് അച്ഛൻ കേട്ടേ പറ്റൂ. പ്ലീസ്. ഞാൻ അച്ഛനോട് വഴക്ക് കൂടില്ല, കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യില്ല. പകരം എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ക്ഷമ BP കാണിക്കണം. എന്റെ മുന്നിൽ ഇപ്പൊ ഇരിക്കുന്നത് എന്റെ പഴയ VPയാ. എന്റെ അച്ഛനും സുഹൃത്തും മെന്ററും ഒക്കെ ആയ, എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആ പഴയ VP. എന്തിനാ നമ്മൾ തമ്മിൽ പിണങ്ങിയതെന്നും ഇത്രയും നാൾ ശത്രുക്കളെ പോലെ പരസ്പരം പകയും വിദ്വേഷമായിട്ട് നടന്നെന്നും അച്ഛൻ ഓർമ്മയുണ്ടോ? എന്റെ പെൺശരീരത്തിനുള്ളിൽ ഒരാണിന്റെ മനസ്സാണെന്നും ആ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതിനും അച്ഛനത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അന്നു മുതൽ അച്ഛൻ എന്നെ വെറുക്കാൻ തുടങ്ങി, ഒഴിവാക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ചെയ്യാൻ അച്ഛൻ്റെതായ ന്യായം ഉണ്ടായിരുന്നു. പെണ്ണായി പിറന്നവൾ പെണ്ണായി തന്നെ ജീവിക്കണമെന്ന പ്രകൃതി നിയമം പറഞ്ഞ അച്ഛൻ എന്നെ ഡിഫെൻഡ് ചെയ്തത്. അത് അച്ഛൻ്റെ ചിന്താരീതിയാ, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ എനിക്ക് ആണായിട്ട് ജീവിക്കണമായിരുന്നു. എന്റെ ആൺമനസ്സിനെ തൃപ്തിപ്പെടുത്തണമായിരുന്നു. എല്ലാത്തിനും വലുത് മനസ്സാണെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന അച്ഛൻ എന്റെ കാര്യത്തിൽ ആ പാഠം മറന്നുപോയി. അല്ലെങ്കിൽ മറന്നതായി നടിച്ചു. ഇനി എന്റെ 22ാം വയസ്സിൽ എനിക്ക് അച്ഛനെ ഒരു കാര്യം അറിയിക്കാനുണ്ട്. എന്നെ പെണ്ണായി സൃഷ്ടിച്ചത് ദൈവത്തിന് പറ്റിയൊരു കയ്യബദ്ധമായിരുന്നു അച്ഛ. ഇപ്പൊ എന്റെ ഈ വയസ്സില് ദൈവത്തിന് പറ്റിയ തെറ്റ് ദൈവമായിട്ട് തന്നെ അങ്ങ് തിരുത്തുക. അച്ഛൻ പറയുന്ന പ്രകൃതി നിയമം അനുസരിച്ചാണെങ്കിൽ പെണ്ണായ ഗർഭം ധരിക്കണം, പ്രസവിക്കണം, കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തണം. പ്രകൃതിയുടെ സൃഷ്ടിപരമായ ഘടനയാണത്. അങ്ങനെയാണ് ഞാനും ഈ ഭൂമിയിൽ ജനിച്ചതും വളർന്നതും. പക്ഷേ തനിക്ക് പറ്റിപ്പോയ തെറ്റ് ഇതിനിടയിൽ ദൈവം എപ്പോഴും തിരിച്ചറിഞ്ഞു. ആദ്യം എനിക്ക് എന്റെ മനസ്സ് തിരിച്ചു തന്നു. ഇപ്പോ എന്റെ ശരീരത്തിന് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തുന്നു. ഒരു പെണ്ണിന് നൽകിയ എല്ലാ വരങ്ങളും ദൈവം എന്നിൽ നിന്ന് തിരിച്ചെടുക്കുക. അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നെങ്കിൽ കൂടി എനിക്കൊരു പെണ്ണായിട്ട് ജീവിക്കാനാവുമായിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോ ഒരാഗ്രഹമുണ്ട്. VPയുടെ സമ്മതത്തോടെ, ഇഷ്ടത്തോടെ, അനുഗ്രഹത്തോടെ, എല്ലാ അർത്ഥത്തിലും എനിക്കൊരാണായിട്ട് ജീവിക്കണം. ആയുസിനെ എത്ര ബാക്കിയുണ്ടെന്ന് എനിക്കറിയില്ല. അച്ഛന്റെ സമ്മതത്തോടെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്കെന്റെ അച്ഛന്റെ ആൺകുട്ടിയായിട്ടൊന്ന് ജീവിക്കണം. അച്ഛനത് സമ്മതമാണെങ്കിൽ എന്നെ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കുമോ? അയ്യോ അയ്യോ അപ്പോ വിട് ബിബി വിട്. ബിബി എന്തേ കാണിക്കുന്നേ? വിടാൻ അപ്പുനെ വിടാനാ ബിബി. അപ്പോ 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 കണ്ണൂർക്കപ്പോ. Okay, I'll call you later. Yes,
അപ്പോ പ്രതിഭയാണ് അപ്പു എന്ന ട്രാൻസ്മാനെ കുറിച്ചുള്ള വാർത്തകൾ പുറം ലോകത്തെ അറിയിക്കുന്നത് അല്ലേ? അതെ മാഡം. അന്ന് ആ മാല മോഷ്ടാക്കളെ അപ്പു കീഴ്പ്പെടുത്തിയ ന്യൂസിന് നല്ല പബ്ലിസിറ്റി ലഭിച്ചിരുന്നു. ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. ആ കുട്ടിയെ എപ്പോഴെങ്കിലും നേരിൽ കണ്ടൊന്ന് അഭിനന്ദിക്കണമെന്ന് മനസ്സിൽ തോന്നിയിരുന്നു. അപ്പോഴാണ് ഈ കേസിന്റെ അന്വേഷണ ചുമതല എന്നെ തേടി എത്തുന്നത്. അത് നല്ലൊരു കോയിൻസിഡൻസ് ആണ് മാഡം. എന്താ അതിനകത്തൊരു സ്റ്റോറിക്കുള്ള സ്കോപ്പ് കാണുന്നുണ്ടോ? ഷുവർ, വിത്ത് യുവർ പെർമിഷൻ. ഏയ് നോ, ഞാനിത് തന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതുപോട്ടെ, അപ്പുവിനെ കുറിച്ചുള്ള ആദ്യത്തെ ന്യൂസിനുള്ള സെൻസേഷനും പബ്ലിസിറ്റിയുമായിരുന്നോ ആ കുട്ടിയെക്കുറിച്ച് രണ്ടാമതും ഒരു സ്റ്റോറി ചെയ്യാൻ, അതും ഒരു ന്യൂസ് വീഡിയോ തന്നെ ചെയ്യാൻ പ്രതിഭയെ പ്രേരിപ്പിച്ചത്? എന്താ, അതോ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ? ഇല്ല മാഡം, അങ്ങനെയൊന്നും ഉണ്ടായില്ല. കേരളഭൂമിയുടെ ഓൺലൈൻ പോർട്ടൽ ആഴ്ചയിൽ ഒരു ദിവസം സമൂഹത്തിലെ വ്യത്യസ്തരായ ആൾക്കാരെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ അപ്പുവിന്റെ സ്റ്റോറിയും ഏതെങ്കിലും ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് അന്നേ ഞാൻ കരുതിയിരുന്നു. അല്ലാതെ അതിന്റെ പിന്നിൽ മറ്റൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു മാഡം. പക്ഷേ ഞാൻ അറിഞ്ഞത് അങ്ങനെ അല്ലല്ലോ പ്രതിഭ. ആ സ്റ്റോറി അപ്പുവായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രതിഭയെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു എന്നാണല്ലോ കേട്ടത്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഏയ് കമോൺ പ്രതിഭ, ഇതിലെന്താ എത്ര ആലോചിക്കാനുള്ളത്? അപ്പുവിന്റെ താല്പര്യം കൊണ്ടല്ലേ പ്രതിഭ എന്ന സ്റ്റോറി ഷൂട്ട് ചെയ്തത്. മാഡം, അപ്പു താല്പര്യപ്പെട്ടിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ ആ കുട്ടി ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാനത് പ്ലാൻ ചെയ്തിരുന്നു. സാധാരണ ഇത്തരം കഥകളൊന്നും അധികം ആരും അറിയാതിരിക്കാനാണ് മിക്കവരും ശ്രമിക്കുന്നത്. ഇവിടെ അപ്പു ആകട്ടെ നേരെ തിരിച്ചു. പ്രതിഭയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് സ്വന്തം അച്ഛനെ സമൂഹത്തിന് മുന്നിൽ മോശക്കാരനാക്കാൻ വേണ്ടി വളരെ തന്ത്രപൂർവം അപ്പു ഉപയോഗിക്കുകയായിരുന്നു അല്ലേ? അല്ല പ്രതിഭ, അപ്പു ഇനി പണിക്കരോട് ഇത്രമാത്രം പകയും വിദ്വേഷവും തോന്നാൻ എന്തായിരുന്നു യഥാർത്ഥ കാരണം? ഓഫ് കോഴ്സ്, തന്റെ ഐഡന്റിറ്റിയെ വിജയ് പണിക്കർ അംഗീകരിക്കാൻ ഒരു കാലത്തും തയ്യാറായിരുന്നില്ല എന്നത് അച്ഛനെതിരെ തിരിയാൻ അപ്പുവിന് മതിയായ ഒരു കാരണമായിരിക്കാം. പക്ഷേ ഓൺലൈൻ മീഡിയയിലൂടെ പണിക്കരെ ഇത്രയും മോശക്കാരനായി ചിത്രീകരിക്കാൻ ആ കുട്ടി പ്രതിഭയ്ക്ക് സമ്മതം തരണമെങ്കിൽ ഉറപ്പായും അതിനു പിന്നിൽ തക്കതായ മറ്റെന്തോ കാരണം കൂടി ഉണ്ടായിരിക്കണം. ആ കാരണം എന്താണെന്ന് അപ്പുവിനെ പോലെ തന്നെ വ്യക്തമായി അറിയാവുന്ന ഒരേ ഒരാൾ പ്രതിഭയാണ്. ശരിയല്ലേ? സോറി മാഡം, എന്തായിരുന്നു അപ്പുവിനെ അതിനെ പ്രേരിപ്പിച്ച ഫാക്ടർ എന്ന് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല മാഡം. ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, പ്രതിഭയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറയൂ. പറയൂ. അപ്പു ഒരിക്കലും തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറല്ലെന്ന് മനസ്സിലായപ്പോ വിപിക്ക് അവളോടുള്ള പകയും ദേഷ്യവും ഒക്കെ കൂടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, അത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പുവിനോടുള്ള വാശി തീർക്കാൻ വിപി സാർ കണ്ടുപിടിച്ച വഴി അപ്പുവിനെയും അവൾക്കൊപ്പം നിൽക്കുന്ന അമ്മയെയും തന്നിൽ നിന്ന് ഒഴിവാക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു അയാളെ ഭാര്യയ്ക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തത്. അത് അപ്പുവിനെ മാനസികമായി ആകെ തകർത്ത് കളഞ്ഞു മാഡം. ഡിവോഴ്സ് എന്ന തീരുമാനം ഒഴിവാക്കാൻ അപ്പു പല വിധത്തിൽ ശ്രമിച്ചു. പക്ഷെ വിപി സാറ് തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. ഡിവോഴ്സിന് വേണ്ടി വാശി പിടിച്ച വിപി സാറിനെ സമ്മർദ്ദത്തിലാക്കി തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അപ്പു കണ്ടെത്തിയ വഴിയാണ് ഇങ്ങനൊരു ന്യൂസ് സ്റ്റോറി അല്ലേ? പക്ഷേ അതിലും വഴങ്ങാൻ വിപി സാറ് കൂട്ടാക്കാതെ വന്നപ്പോ പക വീട്ടാനായി അപ്പു അത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യായിരുന്നു അല്ലേ? അതെ. പക്ഷെ പ്രതിഭ, ആ വീഡിയോ വീണ്ടും ശ്രദ്ധിച്ചു കണ്ടപ്പോ വിജയ് പണിക്കരെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ചില ചോദ്യങ്ങൾ പ്രതിഭയുടെ പക്കൽ നിന്നും വന്നതായി തോന്നി. അത് ബോധപൂർവം ചോദിച്ചതാണോ അതോ അപ്പോഴത്തെ ഒരു ആവേശത്തിൽ സംഭവിച്ചു പോയതാണോ? അങ്ങനെ ബോധപൂർവം വിപി സാറിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല മാഡം. ഞങ്ങൾ ക്രൂവിനെ കണ്ടപ്പോ തന്നെ വിപി സാറ് ആകെ വയലന്റ് ആയിട്ടാണ് അവിടേക്ക് വന്നത് തന്നെ. ആ വീഡിയോയിൽ പണിക്കർ അപ്പുവിന് നേരെ കൈ ചൂണ്ടി കൊന്നുകളയും തീർത്തുകളയും എന്നൊക്കെ പലതവണ പറയുന്നുണ്ടായിരുന്നു. യെസ്. ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപോ അതിനുശേഷമോ എപ്പോഴെങ്കിലും അച്ഛനിൽ നിന്ന് ഇങ്ങനൊരു വധഭീഷണി ഉണ്ടായിരുന്നതായി അപ്പു പ്രതിഭയോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അപ്പു പറഞ്ഞിട്ടുള്ളതായി ഞാൻ ഓർക്കുന്നില്ല മാഡം.